പുറത്തെ കാഴ്ച കണ്ടുകൊണ്ട് കാറിലിരിക്കുകയാണ് നിർമ്മല. കൂടെ കുട്ടികളും ഭർത്താവും ഉണ്ട്. ഭർത്താവ് രാജീവാണ് കാർ ഓടിക്കുന്നത്. പുറകിലെ സീറ്റിൽ മൊബൈൽ നോക്കിക്കൊണ്ട് അപ്പവും ഇരിക്കുന്നുണ്ട്. അപ്പു ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. രാജീവിന് KSEBിയിലാണ് ജോലി. പുള്ളി എൻജിനീയറാണ്. നിർമ്മല ഹൗസ് വൈഫാണ്. കാറിൻ്റെ സൈഡിലേക്ക് തല ചരിച്ചു വെച്ച് അമ്മ പതുക്കെ ഉറങ്ങുന്നുണ്ട്. അമ്മ ഇപ്പോൾ 10ൽ പഠിക്കുന്നു. കാറ് നല്ല റോഡിലൂടെ വളരെ വേഗത്തിലാണ് രാജീവ് ഓടിക്കുന്നത്. രാജീവേട്ട, അല്പം പതുക്കെ പോ, നിർമ്മല പറഞ്ഞു. രാജീവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ നിമ്മി, നീ പേടിക്കണ്ട. അതല്ല രാജീവേട്ട, മോൾ ഉറങ്ങാണ്. ആടി, എനിക്കറിയാം എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന്, അയാൾ അല്പം ഗൗരവത്തിൽ പറഞ്ഞു. അയാളെ നോക്കിക്കൊണ്ട് നിർമ്മല മോനോട് പറഞ്ഞു, എടാ അപ്പു, നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ ലൈസൻസ് എടുക്കാൻ. അപ്പു നിർമ്മലയെ നോക്കി പുഞ്ചിരിച്ചിട്ട് മൊബൈൽ നോക്കി ഗെയിം തുടർന്നു. അവൻ PUBG കളിക്കാണ്. എൻ്റെ നിമ്മി, അവന് 18 വയസ്സ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അവൻ അല്പം കൂടി കഴിഞ്ഞിട്ട് ലൈസൻസ് എടുത്താൽ മതി, അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ ലൈസൻസ് എടുത്താൽ ഞാൻ അവനെ കൊണ്ടേ വണ്ടി ഓടിപ്പിക്കൂ, നിർമ്മല രാജീവിനെ നോക്കി പറഞ്ഞു. ഇവർ രാജീവിൻ്റെ ബന്ധുവിൻ്റെ കല്യാണത്തിന് പോവാണ്. എറണാകുളത്ത് നിന്നും കാഞ്ഞിരപ്പള്ളിയിലേക്കാണ് അവരുടെ വരവ്. വളരെ സാവധാനം വണ്ടിയിൽ പോകാനാണ് നിർമ്മലയ്ക്കിഷ്ടം. അങ്ങനെ അവർ കല്യാണ വീട്ടിലെത്തി. എല്ലാവരും അവരെ സ്വീകരിച്ചു. നിർമ്മല അവിടെയുള്ള സ്ത്രീപക്ഷത്തേക്ക് പോയി സംസാരിക്കാൻ തുടങ്ങി. രാജീവ് അവിടെ കുറച്ചാളുകൾ ചീട്ട് കളിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ചെന്നു. അമ്മു അവളുടെ പ്രായത്തിലുള്ള കുട്ടികളായി കൂടി. അപ്പു അപ്പോഴും ഒരു സൈഡിൽ മാറിയിരുന്ന് മൊബൈൽ കളി തുടർന്നു. നാളെയാണ് കല്യാണം. കല്യാണ വീട്ടിലെ ബഹളമുണ്ട്. പാട്ട്, ഡാൻസ്, കുട്ടികളുടെ ഓട്ടവും പറിച്ചിലും, അങ്ങനെ പലതും. നിർമ്മല ഡ്രസ്സൊക്കെ മാറി ബന്ധുക്കളുമായി ഭയങ്കര സംസാരമാണ്. രാജീവ് ചീട്ട് കളിക്കുന്ന സഭയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജീവിൻ്റെ തോളിൽ പെട്ടെന്നൊരു കൈ വന്ന് പതിച്ചു. രാജീവ് തിരിഞ്ഞു നോക്കി. ചിരിച്ചുകൊണ്ട് തന്നെ നോക്കുന്ന ആളെ കണ്ട് രാജീവ് ചിരിച്ചു. എടാ കുമാര, രാജീവ് വിളിച്ചു. എടാ രാജീവേ, നിൻ്റെ ഒരു വിവരവും ഇല്ലല്ലോ. വല്ലപ്പോഴും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങടാ. ഹോ, എൻ്റെ അളിയാ, തിരക്കല്ലേ? എന്ത് തിരക്ക്? സർക്കാർ ജോലിയല്ലേ, നിനക്കിഷ്ടം പോലെ കിമ്പളവും കിട്ടും അല്ലേടാ. ഒന്ന് പോടാ അവിടുന്ന്, രാജീവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രാജീവും കുമാരനും ബന്ധുക്കളാണ്. കുമാർ കുറേ കാലം വിദേശത്തായിരുന്നു. ഇപ്പോൾ നാട്ടിൽ കുറേ സ്ഥലം വാങ്ങി റബ്ബർ തോട്ടമാണ്. അതൊക്കെ നോക്കി ജീവിക്കുന്നു. കുമാരൻ്റെ ഭാര്യ നേഴ്സാണ്. അവർ നാളെ വരും. ഇപ്പോൾ കുമാർ മാത്രമേ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. എടാ കുമാരെ, കുട്ടികളെ കൊണ്ടുവന്നില്ലേടാ? രാജീവ് ചോദിച്ചു. ഇല്ലടാ, അവർ നാളെ വരും. ഭാര്യയും നാളെ വരും. ഓ, അല്ലടാ, നിൻ്റെ ഫാമിലി എവിടെ? രാജീവിനോട് കുമാർ ചോദിച്ചു. അവൾ അകത്തുണ്ടടാ. ദാ അതാണ് എൻ്റെ സന്താനം, അപ്പുവിനെ ചൂണ്ടിക്കാട്ടി രാജീവ് പറഞ്ഞു. അപ്പു ഇതൊന്നും നോക്കാതെ മൊബൈലിൽ കളിയാണ്. കുമാർ ആ പയ്യനെ നോക്കിയിട്ട് രാജീവിനോട് പറഞ്ഞു. നീ കോലം കെട്ട് പോയല്ലോടാ, നല്ല കുടിയാണല്ലേ? രാജീവ് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അളിയ, നിൻ്റെ കയ്യിൽ സാധനമുണ്ടോ? ഇതുവരെ പച്ചയാടാ. അത് കേട്ട് കുമാർ ചിരിച്ചു. ഏയ്, ഇവിടെ ഒന്നുമില്ലടാ. ഷേ, ഒന്നും കിട്ടില്ലേടാ. അവർ അങ്ങനെ വിശേഷം പറഞ്ഞ് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് നിർമ്മല വന്നു. നിർമ്മലയെ കുമാർ ശരിക്കും നോക്കി നിന്ന് പോയി. നിർമ്മല ഒരു പച്ച മാക്സിയാണ് ഇട്ടിരിക്കുന്നത്. അവളെ നല്ല വെളുത്തതായതുകൊണ്ട് അവൾക്കത് നന്നായി ചേരുന്നുണ്ട്. എന്താ കുമാരേട്ട, നിങ്ങൾ എന്നിങ്ങനെ നോക്കുന്നത്? തന്നെ നോക്കി നിൽക്കുന്ന കുമാരനോട് നിർമ്മല ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല, അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴും അയാൾ നിർമ്മലയെ നോക്കുന്നുണ്ട്. അത് എങ്ങോട്ടാണെന്ന് അവൻ്റെ നോട്ടം കണ്ടാൽ തന്നെ മനസ്സിലാകും. നിർമ്മല അയാൾ നോക്കുന്നത് ശ്രദ്ധിച്ചു. അവൾ അയാളെ നിന്ന് നോക്കി. എന്നിട്ട് രാജീവിനോട് പറഞ്ഞു. രാജീവേട്ട, വന്ന് ഡ്രസ്സ് മാറ്. ആ, ഞാൻ വന്നേക്കാടി, രാജീവ് അവളോട് പറഞ്ഞു. നിർമ്മല കുമാരനെ നോക്കി ചോദിച്ചു. ചേച്ചിയും പിള്ളേരും വന്നില്ലേ? അയാൾ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവർ നാളെ രാവിലെ വരും. ഞാൻ കുറച്ച് കഴിയുമ്പോൾ പോകും. വൈകിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ടോ? കുമാർ
അവളെ ഒരുമാതിരി നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ, പോകുന്നതിന് മുമ്പ് അങ്ങോട്ട് വരാൻ കുമാരേട്ടാ, നിർമ്മല പറഞ്ഞു. ആ, വരണം നിർമ്മലെ, അയാളും പറഞ്ഞു. എന്നിട്ട് കുമാർ രാജുവിനെ നോക്കിയിട്ട് നിർമ്മലയോട് ചോദിച്ചു. അല്ല നിർമ്മലെ, ഇവനൊന്നും കൊടുക്കുന്നില്ലേ? ഇവനാകെ അങ്ങ് കൊഴിഞ്ഞു പോയല്ലോ, മെലിഞ്ഞ് കോലം കെട്ടല്ലോ, ഇവന് കൊടുക്കാറില്ലേ? നിർമ്മല ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു. ഹോ, എൻ്റെ കുമാരേട്ടാ, രാജീവേട്ടനതിന് ഭക്ഷണം കഴിക്കൽ കുറവാ, എപ്പോഴും തണ്ണിയിലല്ലേ? രാജീവ് നിർമ്മലയെ രൂക്ഷമായി നോക്കി. അത് കുമാരൻ കണ്ടു. കുമാർ ചിരിച്ചുകൊണ്ട് രാജീവിനോട് പറഞ്ഞു. നീ അവളെ നോക്കി പേടിപ്പിക്കണ്ട. അത് കേട്ടപ്പോൾ നിർമ്മലയ്ക്ക് ആശ്വാസമായി. അല്ലെങ്കിൽ രാജീവ് എന്തെങ്കിലും അവളെ പറഞ്ഞാനേ. നിർമ്മലയോട് കുമാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പണ്ട് കണ്ടേലും കുറച്ചുകൂടി നിർമ്മല മിനുങ്ങിയിട്ടുണ്ട്. നിർമ്മല കുമാരനെ നോക്കി പുഞ്ചിരിച്ചു. അത് കുമാർ മുതലെടുത്തുകൊണ്ട് വീണ്ടും പറഞ്ഞു. നിർമ്മല ഇപ്പോൾ സുന്ദരിയായതുകൊണ്ട് നാളെ ചെക്കന് പെണ്ണ് മാറി പോകുവാവോ? ഒന്ന് പോ കുമാരേട്ടാ, നിർമ്മല ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് നടന്ന് തിരിച്ചുപോയി. അവൾ നടന്നു പോകുമ്പോൾ കുമാർ അവളെ നോക്കിക്കൊണ്ട് തന്നെ നിന്നു. സിറ്റ് ഔട്ടിലേക്ക് കയറിയിട്ട് നിർമ്മല ഒന്ന് തിരിഞ്ഞു നോക്കി. എന്നിട്ട് കുമാരനെ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ആ ചിരിയിൽ കുമാർ ചില കണക്കുകൂട്ടലുകൾ കൂട്ടി. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ രാജീവ് കുമാറിനോട് പറഞ്ഞു. എടാ, നീ എന്തെങ്കിലും സംഘടിപ്പിക്ക്. ആ, നോക്കട്ടെ അളിയ, ചിരിച്ചുകൊണ്ട് കുമാർ പറഞ്ഞു. അകത്ത് ചെന്ന നിർമ്മലയ്ക്ക് എന്തോ പോലെ. അവൾ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി. അവിടെ രാജീവിനോട് സംസാരിച്ചുകൊണ്ട് കുമാർ നിൽക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. നിർമ്മലയ്ക്ക് കുമാറിനെ കണ്ടപ്പോൾ എന്തോ പോലെ, അയാളോട് ഒരാവേശം പോലെ. കുമാർ പൊക്കവും വണ്ണവുമുള്ള ഒരാളാണ്, നല്ല ആരോഗ്യവുമുണ്ട്. നിർമ്മല കൈ രണ്ടും കെട്ടിവെച്ച് ഇടതേ കൈയിൽ ഒന്ന് നുള്ളി. അവിടെ ചെന്ന് നിന്നപ്പോൾ കുമാരേട്ടൻ എന്നാ നോട്ടായിരുന്നു എന്നെ. ഹോ, അവൾ അറിയാതെ ചിരിച്ചുപോയി. വർഷങ്ങളായിരുന്നു നിർമ്മലയും രാജീവും ഒന്ന് കൂടിയിട്ട്. എല്ലാ ദിവസവും രാജീവ് കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. മിക്കവാറും ദിവസവും അപ്പുവും രാജീവും വഴക്കുണ്ടാക്കും. അപ്പുവിനെ രാജീവിന് ഇഷ്ടമല്ല. അതുപോലെ അപ്പു രാജീവിനോട് അധികം സംസാരിക്കാറുമില്ല. എന്താ നിർമ്മലെ, നീ ഇങ്ങനെ ചിരിക്കുന്നേ? ഒരമ്മായി അവളോട് ചോദിച്ചു. പെട്ടെന്ന് ബോധം വന്ന പോലെ നിർമ്മല ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഏയ്, ഒന്നുമില്ല അമ്മായി, ഞാൻ വെറുതെ ചിരിച്ചതാ. നീ ഇങ്ങോട്ട് വാ. നിർമ്മല ആ അമ്മായിയുടെ കൂടെ മറ്റു സ്ത്രീകളിരിക്കുന്ന അങ്ങോട്ടേക്ക് പോയി. ഒരൊഴിഞ്ഞ മുറിയിലിരുന്നു കൊണ്ട് അപ്പു അവൻ്റെ ഒരു ഫ്രണ്ട് അയച്ച വീഡിയോ കാണാൻ തുടങ്ങി. അപ്പു ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. അവൻ ചുറ്റും നോക്കും, ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന്. ആരെങ്കിലും അടുത്തേക്ക് വന്നാൽ അപ്പോൾ അവൻ പബ്ജി കളിക്കാൻ തുടങ്ങും. അപ്പുവിന് കൂട്ട് മൊബൈൽ മാത്രമാണ്. കോളേജിൽ ഫ്രണ്ട്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. വീട്ടിൽ വന്നാൽ അപ്പു എപ്പോഴും മൊബൈലിൽ നോക്കിയിരിക്കും. കൂടുതൽ റൊമാൻറ്റിക് വീഡിയോസാണ് അവൻ കാണാറുള്ളത്. അങ്ങനെ സമയം ഒരുപാട് കടന്നുപോയി. കുമാറും രാജീവും കുടിക്കാൻ തുടങ്ങി. കുമാർ അധികം കുടിക്കാറില്ല. ഒരു ചിറ്റപ്പനാണ് അവർക്ക് കൊടുത്തത്. അത് കുടിച്ചിട്ട് രാജീവ് അപ്പു ഇരിക്കുന്ന അങ്ങോട്ടേക്ക് വന്നു. അവിടെ അവൻ്റെ അടുത്ത് ഒരു കസേരയിട്ടിരുന്നു. അതിനോട് ചേർന്ന് കുമാറും ഇരുന്നു. അപ്പുവിനെ നോക്കി രാജീവ് പറഞ്ഞു. എടാ കുമാരെ, ഇവൻ എപ്പോഴും മൊബൈൽ നോക്കിയ ഇരിപ്പ്. വീട്ടിലാണെങ്കിലും എവിടെ പോയാലും ആരോടും മിണ്ടില്ല. കുമാർ അപ്പുവിനെ നോക്കി ചിരിച്ചു. അപ്പുവും പുഞ്ചിരിച്ചു. ഇപ്പോൾ അപ്പു മൊബൈൽ ഓഫ് ചെയ്തിട്ട് മടിയിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജീവ് പറഞ്ഞു. ഈ ചെറുക്കൻ എൻ്റെ മോനാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കുമാരെ. ഇവൻ എന്നോട് മിണ്ടില്ല. കുമാർ ചിരിച്ചുകൊണ്ട് രാജീവിനോട് പറഞ്ഞു. രാജീവേ, നീ അവനോടതിന് മിണ്ടാറുണ്ടോടാ? ഏയ് ഇല്ല, രാജീവ് പറഞ്ഞു. പിന്നെ എങ്ങനെയാ? നീയോ അവനോട് മിണ്ടുന്നില്ല, പിന്നെ അവനെ കുറ്റം പറയണോ? എടാ കുമാരെ, നിനക്ക് മനസ്സിലാകില്ല. ഇവനെ പഠിപ്പിക്കാൻ ഞാനാണ് ക്യാഷ് ചെലവാക്കുന്നത്. കുമാർ രാജീവിനെ നോക്കി. രാജീവിൻ്റെ നാക്ക് കുഴയുന്നുണ്ട്. അപ്പു മുഖം വാടി കുമാറിനെ നോക്കി. വന്നേ മോനെ, ഒരു കാര്യം പറയാം. കുമാർ അപ്പുവിനെ വിളിച്ചുകൊണ്ട് അല്പം മാറിയിരുന്നു. എന്നിട്ട് ചോദിച്ചു. അപ്പുവിനെ അവനെപ്പോഴും വഴക്ക് പറയുമല്ലേ? ആ മാമ, എന്നോട് എപ്പോഴും വഴക്കുണ്ടാക്കും. അപ്പു കരയുന്ന പോലെ പറഞ്ഞു. പോട്ടെ, സാരമില്ല. കുമാർ അപ്പുവിൻ്റെ തോളിൽ തട്ടി.
അപ്പോഴേക്കും അപ്പു കരഞ്ഞു കഴിഞ്ഞിരുന്നു. ഹാ, എന്താടാ കുട്ട, നീ കരയാണോ? അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുമാർ ചോദിച്ചു. ഹാ പോട്ടേടാ, അവൻ അങ്ങനെയാണ്, നീ വലിയ കുട്ടിയായില്ലേ. ആ ആ മാമ, എന്നെ അയാൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. കുമാർ അവനെ ചേർത്ത് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അവനെ ചേർത്ത് പിടിച്ച് നടന്നു. അപ്പോഴും അപ്പു കരയുന്നുണ്ട്. അപ്പുവിൻ്റെ സങ്കടം അയാളോട് അപ്പു പറഞ്ഞു. അവർ കുറച്ച് മാറി ഒതുങ്ങിയിരുന്നു. ആളുകൾ പലയിടത്തും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. കുമാർ അപ്പുവിനോട് ചോദിച്ചു, നിനക്ക് ഫ്രണ്ട്സ് ഉണ്ടോ? ആ, 1-2 പേരുണ്ട്. അവരോട് നീ ഈ കാര്യം പറയാറുണ്ടോ? ഏയ് ഇല്ല. അതെന്താ? അത് എനിക്കവരോട് പറയാൻ അറിയില്ല. അപ്പു കരച്ചിൽ നിർത്തി പറഞ്ഞു. അപ്പോൾ അയാൾ അവനോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിന്റെ ഫ്രണ്ട് ഗേൾസാണോ? ഏയ് അല്ല മാമ. അതെന്താ, നിനക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ? ഏയ് ഇല്ല. എടാ, അതൊക്കെ വേണ്ടേ? അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അപ്പുവും ചിരിച്ചു. അത് മാമ, എനിക്ക് പ്രേമിക്കാൻ അറിയില്ല. ഹാ, അതൊക്കെ വേണ്ടേടാ, അതല്ലേ ഒരു രസം. അത് കേട്ട് അപ്പു പുഞ്ചിരിച്ചു. അപ്പോൾ കുമാർ പറഞ്ഞു, നിന്റെ മമ്മിയെ രാജീവ് സ്നേഹിക്കുന്നത് നീ കണ്ടിട്ടില്ലേ? ഇല്ല. ഏ ഇല്ലേ? ആകാംക്ഷയോടെ അപ്പുവിനെ കുമാർ നോക്കി. അപ്പോൾ അപ്പു പറഞ്ഞു, അയാൾ മമ്മിയോട് അധികം മിണ്ടുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല മാമ. എടാ മോനെ, കുട്ടികൾ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കണ്ടു വേണം വളരാൻ, അറിയുമോ? അപ്പു അയാളെ നോക്കി പുഞ്ചിരിച്ചു. അയാൾ പറയാൻ തുടങ്ങി, അപ്പു നിനക്കറിയാമോ, എൻ്റെ മോളുടെ പ്രേമം പോലും അവൾ എന്നോട് പറയും. അപ്പു ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഏ സത്യമാണോ മാമ? അതേടാ, ഞാനും മോളും ഫ്രണ്ട്സിനെ പോലെയാണ്. അവൾ എന്നോട് എല്ലാം പറയും. അവളുടെ പ്രേമം, അവളുടെ ബോയ് ഫ്രണ്ട്സ്, അവരുടെ കൂടെ പോയ കാര്യങ്ങൾ എല്ലാം. ഇതൊക്കെ കേട്ടപ്പോൾ അപ്പുവിന് അത്ഭുതമായി. ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് അവൻ ചിന്തിച്ചു. ഇതൊക്കെയാണ് ഒരു ഫാമിലി. അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ നിർമ്മല അങ്ങോട്ടേക്ക് വന്നു. എന്താ കുമാരേട്ടാ അപ്പുവിനെ? അത് പറഞ്ഞ് തീരും മുമ്പ് അപ്പു പറഞ്ഞു, മമ്മി, ഞാൻ പപ്പയുടെ കാര്യം പറയായിരുന്നു. നിർമ്മല അവനെ നോക്കി. അപ്പു പറഞ്ഞു, മമ്മി, അയാൾ എന്നോട് കാണിക്കുന്നത് മുഴുവൻ ഞാൻ മാമനോട് പറഞ്ഞു. നിർമ്മല കുമാറിനെ നോക്കി പുഞ്ചിരിച്ചു. കുമാർ നിർമ്മലയോട് ചോദിച്ചു, നിർമ്മല, അവൻ ഇവനെ അടിക്കാറുണ്ടോ? നിർമ്മല അയാളെന്ന് നോക്കി. അപ്പോൾ വീണ്ടും കുമാർ ചോദിച്ചു, അല്ല നിർമ്മലെ, രാജീവ് ഉപദ്രവിക്കാറുണ്ടോ? നിർമ്മല പറഞ്ഞു, ഉപദ്രവമൊന്നും ഇല്ല ഏട്ടാ. കുട്ടികളുടെ മുന്നിൽ വെച്ച് നന്നായി ചീത്ത വിളിക്കും. അതാണ് സഹിക്കാൻ പറ്റാത്തത്. കുമാർ അവളെ നോക്കി. എന്നിട്ട് പറഞ്ഞു, എങ്ങനെ സഹിക്കുന്നു നീ അവനെ? അത് കേട്ട് അവൾ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ആങ്ങള ഗൾഫിലുണ്ട്. അവനാണ് അത്യാവശ്യം ചിലവിന് ക്യാഷ് അയച്ചു തരുന്നത്. ഇവൻ്റെ ഡിഗ്രി കഴിഞ്ഞാൽ ഇവനെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാമെന്ന അവൻ പറഞ്ഞിരിക്കുന്നത്. അത് കേട്ട് അപ്പു പറഞ്ഞു, എൻ്റെ പഠിത്തം കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകും. അത് കേട്ട് കുമാർ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അത് പോട്ടെ, നിർമ്മലയ്ക്ക് എന്തെങ്കിലും ജോലി നോക്കാൻ മേലായിരുന്നോ? നല്ല വിദ്യാഭ്യാസമുണ്ടല്ലോ. അതിന് എന്നെ വിടണ്ടേ അയാൾ? അവൾ ദയനീയമായി പറഞ്ഞു. കുമാറിന് നിർമ്മലയോട് സഹതാപം തോന്നി. കുറേ കഴിഞ്ഞപ്പോൾ രാജീവ് ഒരു മുറിയിൽ കയറി കിടന്നു. അപ്പോഴേക്കും രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. പിന്നീട് കുമാർ നിർമ്മലയോട് സംസാരിച്ചുകൊണ്ട് അടുത്തുകൂടി. ഇതൊക്കെ അപ്പു കാണുന്നുണ്ട്. അമ്മു ഒരാൻറ്റിയുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോയി. നിർമ്മല എന്ത് ചെയ്യുമ്പോഴും അവളുടെ ഒപ്പം കുമാറുണ്ടായിരുന്നു. നിർമ്മല പ്രായമായ അമ്മായിമാരോട് സംസാരിച്ചുകൊണ്ട് അവരുടെ അടുത്തിരിക്കുമ്പോൾ നിർമ്മലയുടെ അടുത്ത് കുമാർ പോയിരുന്നു. ആ അമ്മായി ജ്യോതിഷിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നിർമ്മലയോട് കുമാർ പറഞ്ഞു, നിർമ്മലെ, അതൊക്കെ വെറും തട്ടിപ്പാ. എൻ്റെ മോനെ, നിനക്കിതിനെപ്പറ്റി വല്ലതും അറിയുമോ? ആ അമ്മായി കുമാറിനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, നിർമ്മലെ, ആ കൈ കാണിച്ചേ, ഞാൻ പറഞ്ഞു തരാം. അത് കേട്ടതും നിർമ്മല കൈ നീട്ടി. നിർമ്മലയുടെ കയ്യിൽ മെല്ലെ കുമാർ പിടിച്ചു. മെല്ലെ ഉള്ളം കൈയിൽ തലോടി. എന്നിട്ട് നിർമ്മലയെ നോക്കി. അവൾ പുഞ്ചിരിച്ചു. കുമാറും പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിർമ്മലെ, ഒരു ജ്യോതിഷി എങ്ങനെയാണ് പറയുന്നതെന്ന് നീ കണ്ടോ? നിർമ്മല ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, കുമാരേട്ടാ, നിങ്ങൾ പറ. അവൾ കുമാരെ നോക്കി.
കുമാർ നിർമ്മലയുടെ കൈ മെല്ലെ തലോടി. വളരെ സോഫ്റ്റ് കയ്യിൽ കൂടി അവൻ കൈ ഓടിച്ചു. കൈരേഖയിൽ കൂടി വിരലോടിച്ചപ്പോൾ നിർമ്മല ഒന്നിളകി. അത് കുമാർ ശ്രദ്ധിച്ചു. തൊട്ടപ്പുറത്ത് അപ്പു ഇതൊക്കെ നോക്കുന്നുണ്ട്. കുമാർ നിർമ്മലയോട് പറഞ്ഞു, നിങ്ങൾ വളരെ ദുഃഖവതിയല്ലേ? ആ അതെ, നിർമ്മല മെല്ലെ പറഞ്ഞു. നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നില്ലേ? ആ ഉണ്ട്. പ്രത്യേകിച്ച് ഫാമിലിയിൽ നിന്നും അല്ലേ? ആ അതെ. ഇത്രയും പറഞ്ഞ് കുമാർ പറഞ്ഞു, ഇനി ഒരു 10 രൂപ തന്നാൽ ബാക്കി പറയാം. അത് കേട്ട് നിർമ്മല ചിരിച്ചു. അപ്പോൾ കുമാർ നിർമ്മലയുടെ കയ്യിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ നിർമ്മലെ, ലോകത്തിലെ എല്ലാ മനുഷ്യരിലും പ്രശ്നമുണ്ട്, പ്രതിസന്ധികളുമുണ്ട്, ശരിയല്ലേ? ആ അത് ശരിയാ കുമാരേട്ടാ, നിർമ്മല ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് അവർക്കും അറിയാം, അതാണ് അവരുടെ തന്ത്രം. ഇത് നമ്മൾ മനസ്സിലാക്കണം നിർമ്മലെ. അത് കേട്ട് നിർമ്മല പുഞ്ചിരിച്ചു. അപ്പോഴും നിർമ്മലയുടെ കൈ കുമാറിൻ്റെ കയ്യിൽ തന്നെയാണ്. ലോകത്തിലെ എല്ലാ ആളുകൾക്കും പ്രശ്നമുണ്ട് നിർമ്മലെ, അത് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് നിർമ്മലയുടെ കയ്യിൽ അമർത്തി നെക്കി. നിർമ്മല കുമാരനെ നോക്കി പുഞ്ചിരിച്ചു. അപ്പു ഇതൊക്കെ നോക്കുന്നുണ്ട്. നിർമ്മലയുടെ കയ്യിൽ തഴുകുന്നത് അപ്പു കണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് അപ്പുവിൻ്റെ അടുത്തേക്ക് കുമാർ വന്നിരുന്നു. നിർമ്മല ആ അമ്മായോട് സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പു കുമാരനോട് ചോദിച്ചു, മമ്മിയുടെ കൈ നോക്കി ഫലം പറഞ്ഞോ? പറഞ്ഞു. ഓ, ഭാവിയും പറഞ്ഞോ? അപ്പു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോൾ കുമാർ പുഞ്ചിരിച്ചുകൊണ്ട് അപ്പുവിനോട് പറഞ്ഞു, ഭാവി ഞാൻ പറഞ്ഞില്ല, അവളുടെ ഭാവി വേണമെങ്കിൽ നിന്നോട് പറയാം. അപ്പു അയാളെ നോക്കി. ഞാൻ പറയട്ടെ നിന്റെ മമ്മിയുടെ ഭാവി? ആ പറ. അപ്പോൾ അയാൾ അവനോട് ചോദിച്ചു, നിന്റെ മമ്മിയുടെ ഭാവി പറഞ്ഞാൽ നിനക്കത് വിഷമാകുമോ? ഏയ് ഇല്ല മാമ, മാമൻ പറഞ്ഞു. അയാൾ അപ്പുവിനെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട, നിനക്കത് വിഷമാകും. ഹാ പറ മാമ, അവൻ കെഞ്ചി പറഞ്ഞു. എടാ കുട്ട, നിന്നോട് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിച്ചോ. നീ വീഡിയോ കാണാറുണ്ടോ? അത് കേട്ട് അപ്പു ഒന്ന് ചിരിച്ചു. നീ പറ, എൻ്റെ മോളോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്, അവള് കാണാറുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ മാമ ഞാൻ കാണാറുണ്ട്. അത് കേട്ട് കുമാർ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ എന്നിട്ട് എല്ലാ ദിവസവും പരിപാടി ഉണ്ടോ? സത്യം പറയണം. ആ ഉണ്ട് മാമ, അവൻ നാണത്തോടെ പറഞ്ഞു. എടാ നീ നാണിക്കൊന്നും വേണ്ട, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ. മാമ, മമ്മിയുടെ ഭാവി എന്താ, അത് പറ. ഓ, മമ്മിയുടെ ഭാവി കേൾക്കാൻ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോടാ? അതെ മാമ, മമ്മിയുടെ ഭാവി എന്താ? അതിപ്പോൾ നീ അനാട്ടമി പഠിച്ചിട്ടുണ്ടോടാ? എൻ്റെ മാമ, ഞാൻ BSc ആണ് പഠിക്കുന്നത്. എടാ നിനക്ക് വിഷമാകത്തില്ലല്ലോ? ഇല്ല മാമ. അവർ നല്ല സുഹൃത്തുക്കളെ പോലെ സംസാരിക്കാൻ തുടങ്ങി. അപ്പു പെട്ടെന്ന് കുമാരുമായി അടുത്തിരുന്നു. എന്നിട്ട് അപ്പു പറഞ്ഞു, മാമ, ഇനി മമ്മിയുടെ ഭാവിയിൽ ആരുടെങ്കിലും കൂടെ പോകുമെന്നാണോ? ആണെങ്കിലും കുഴപ്പമില്ല, മമ്മി അയാളുടെ കൂടെ നിന്ന് രക്ഷപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ കുമാർ ചിരിച്ചുകൊണ്ട് അപ്പുവിനെ നോക്കി. അപ്പു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുറച്ച് മുമ്പ് മാമൻ മമ്മിയുടെ കയ്യിൽ തഴുകുന്നത് ഞാൻ കണ്ടിരുന്നു. അയാൾ അവനെ നോക്കി. മാമ, മാമൻ പറയുന്നുണ്ടോ? അവൻ അല്പം മുന്നോട്ടേക്ക് ചാഞ്ഞു. എന്നിട്ടാണ് അത് പറഞ്ഞത്. ആടാ, ഞാൻ പറയാം. നിന്റെ മമ്മിയെ ഒരാൾ ഭാവിയിൽ പ്രേമിക്കും. അവൾ അയാളുടെ കൂടെ കൂടും. അവൻ്റെ മുഖത്ത് നോക്കി കുമാർ പറഞ്ഞു. അപ്പോൾ അപ്പു ചിരിച്ചു. ഓ, അത്രേ ഉള്ളോ? അയാൾ അവനെ നോക്കി. അവൻ ചിരിക്കാണ്. കുമാറിന് കാര്യം മനസ്സിലായി. നിർമ്മലയെ പ്രേമിക്കുന്നതിൽ ഇവന് കുഴപ്പമില്ല. അയാൾ അവനോട് പറഞ്ഞു, ഞാൻ വിചാരിച്ചത് നീ ഇത് കേൾക്കുമ്പോൾ വിഷമിക്കുമെന്നാണ്. എൻ്റെ മാമ, ഇതൊക്കെ നടക്കുമോ, മമ്മിയെ പ്രേമിക്കുന്നത്? അവൻ ചിരിച്ചു. അപ്പോൾ കുമാർ പറഞ്ഞു, എന്നാ നിന്റെ മമ്മിയെ ഞാൻ പ്രേമിച്ചാലോ? അപ്പോൾ അയാളെ നോക്കി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മാമ, ഞങ്ങൾ 2 ദിവസത്തിനുള്ളിൽ എവിടെ നിന്ന് പോകും. അപ്പോൾ മാമൻ എറണാകുളത്തേക്ക് വരുമോ മമ്മിയെ പ്രേമിക്കാൻ? അത് കേട്ട് കുമാർ ചിരിച്ചു. എടാ,
നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാൻ അവളെ പ്രേമിച്ച് എൻ്റെ കീഴിലാക്കും. എൻ്റെ മാമ, ഇതൊന്നും നടക്കില്ല, അപ്പു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നടത്തി കാണിച്ച? കുമാർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അപ്പു അയാളോട് പറഞ്ഞു, മാമൻ മമ്മിയെ പ്രേമിച്ചാൽ മാമൻ പറയുന്നതൊക്കെ ഞാൻ ചെയ്യാം. അപ്പു പറഞ്ഞു. ഞാൻ പറയുന്നത് നീ ചെയ്യുമോ? ആ, ചെയ്യാം. വേണമെങ്കിൽ എൻ്റെ അപ്പനെ തല്ലാൻ പറഞ്ഞാൽ അതും ഞാൻ ചെയ്യാം. ഏയ്, അതൊന്നും വേണ്ട, ഞാൻ വേറെ പറയാം. ആ, മാമൻ പറഞ്ഞോ? അവൻ ചിരിച്ചുകൊണ്ട് കുമാറിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ കുമാർ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ മുന്നിൽ വെച്ച് തന്നെ നിൻ്റെ മമ്മിയെ വാരിപ്പുണരും, അത് പോരെ? ആ, ബെസ്റ്റ്. ഇതൊന്നും നടക്കില്ല മാമ. നാളെ കല്യാണമല്ലേ, മാമന് പ്രേമിക്കാൻ സമയം കിട്ടുമോ? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ കുമാർ പറഞ്ഞു, നാളെ കല്യാണം. നാളെ രാത്രി തന്നെ ഞാൻ നിൻ്റെ മമ്മിയുടെ കൂടെ കൂടും. അത് വേണമെങ്കിൽ നിനക്കും കാണിച്ചു തരാം. അപ്പോൾ കുമാറിനെ നോക്കി. അപ്പോൾ കുമാർ പറഞ്ഞു, ഞാൻ നിൻ്റെ മമ്മിയുടെ കൂടെ കൂടുമ്പോൾ നീ അവിടെ വന്നാൽ മതി. ഓക്കെ, ഞാൻ സമ്മതിച്ചു. ഇത് നടന്നില്ലെങ്കിൽ മാമൻ്റെ മോളെ എനിക്ക് തരണം, പറ്റുമോ? ആ, നീ എടുത്തോ, അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ നല്ലതുപോലെ ഒരുങ്ങി ഫാമിലിയുമായിട്ടാണ് കുമാർ വന്നത്. കുമാറിൻ്റെ മകളും കൂടെ ഉണ്ടായിരുന്നു. ആ പെണ്ണിനെ കണ്ടപ്പോൾ തന്നെ അപ്പുവിന് ഒരു താല്പര്യം തോന്നി. പക്ഷെ അവന് ഒരു നാണം പോലെ. അവൻ പെണ്ണുങ്ങളുമായി അധികം സംസാരിച്ചിട്ടില്ല, അതുകൊണ്ട് ഒരു ചമ്മൽ. അപ്പുവുമായി അവർ സംസാരിച്ചു. അവിടേക്ക് രാജീവും നിർമ്മലയും അമ്മുവും വന്നു. അമ്മുവിൻ്റെ കൂടെ വേറെ പെൺകുട്ടികളുമുണ്ട്. രാജീവിൻ്റെ ചെവിയിൽ കുമാർ പറഞ്ഞു, എടാ അളിയ, എൻ്റെ തോട്ടത്തിൽ വരികയാണെങ്കിൽ നല്ലൊരു ഒന്നാന്തരം സ്വയംഭം സാധനം എടുത്തു വച്ചിട്ടുണ്ട്, നാടൻ. അത് കേട്ടപ്പോൾ രാജീവ് പറഞ്ഞു, എന്നാളിയ ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ടേക്ക് പോകാം. രാജീവ് ഹാപ്പിയായി. നിർമ്മലയുമായി കുമാറിൻ്റെ ഫാമിലി സംസാരിച്ചെടുക്കുമ്പോൾ കുമാർ നിർമ്മലയെ നോക്കി പറഞ്ഞു, നിർമ്മലെ, നിനക്ക് ഈ സാരി നന്നായി ചേരുന്നുണ്ട് കേട്ടോ. നിർമ്മല കുമാറിനെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അപ്രിസിയേഷൻ എനിക്ക് കിട്ടുന്നത്. നിർമ്മല ഇളം റോസ് നിറത്തിലുള്ള സാരിയാണ് ഉടുത്തിരിക്കുന്നത്. നിർമ്മലയെ നോക്കി കുമാർ പറഞ്ഞു, ഇപ്പോൾ കല്യാണ പെണ്ണ് മാറിപ്പോകുമോ? അതെന്താ കുമാരേട്ടാ? നിർമ്മല ചോദിച്ചു. അതുപോലെ ഗ്ലാമറിലല്ലേ നിർമ്മല വന്നിരിക്കുന്നത്, അല്ലേടാ അപ്പു? അത് കേട്ട് അപ്പുവും പുഞ്ചിരിച്ചു. അപ്പു കുമാരൻ്റെ മകൾ പറഞ്ഞു, അപ്പയ്ക്ക് നിർമ്മലാൻ്റെ അങ്ങ് പിടിച്ചെന്ന് തോന്നുന്നു. നിർമ്മല ഒന്ന് ചമ്മി. ഈ സമയം രാജീവ് ഫോണിൽ ആരോടോ സംസാരിക്കുകയാണ്. കുമാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല മോളെ, നല്ലത് കണ്ട പറയണ്ടേ? ആ, അപ്പ പറഞ്ഞോ അല്ലേ ആൻറ്റി? നിർമ്മലയെ നോക്കി അവൾ പറഞ്ഞു. നിർമ്മല കുമാറിനെ നോക്കി. കുമാർ ഒന്ന് ചിരിച്ചു കാണിച്ചു. അപ്പു ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും പലയിടത്തേക്കും പല ആളുകളിലേക്കും സംസാരിക്കാൻ പോയി. നിർമ്മലയെ ചുറ്റിപ്പറ്റി കുമാർ നടന്നു. അവർക്ക് പുറകെ അപ്പുവും. നിർമ്മലയെ തട്ടാനും മുട്ടാനും അപ്പോഴും കുമാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ നിർമ്മലയും അറിയുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുമാർ അങ്ങോട്ട് വീണ്ടും വന്നു. അത് നിർമ്മല അയാൾ വരുന്നത് കണ്ട് അതുപോലെ നിന്നു. നിർമ്മല ആ സ്ത്രീകളോട് സംസാരിക്കുകയാണ്. അപ്പോൾ നിർമ്മലയോട് ചേർന്ന് നിന്നുകൊണ്ട് ആ സ്ത്രീയോട് കുമാർ ചോദിച്ചു, എൻ്റെ ലക്ഷ്മിയേച്ചി, ഞാൻ കണ്ടിട്ടില്ലല്ലോ, എന്താ വിശേഷം? നിർമ്മലയോട് ചേർന്ന് നിന്നുകൊണ്ട് അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ആ കുമാരെ, സുഖമായിട്ടിരിക്കുന്നു. നിർമ്മല അയാളോട് പ്രതികരിക്കാത്തതുകൊണ്ട് കൂടുതൽ ആഴങ്ങളിലേക്ക് കുമാർ പോകാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് അപ്പു അങ്ങോട്ട് വന്നത്. നിർമ്മലയുടെ ഒപ്പം നിൽക്കുന്ന കുമാറിനെ അപ്പു കണ്ടു. അപ്പു തന്നെ നോക്കുന്നത് കുമാർ കണ്ടപ്പോൾ അവൻ കൂടുതൽ അവളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അപ്പുവിനെ കാണിച്ചു. എന്നിട്ട് അപ്പുവിനെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് നിർമ്മലയോട് പറഞ്ഞു, എൻ്റെ നിർമ്മലെ, ഒന്ന് ഒതുങ്ങി നിൽക്ക്. അത് പറഞ്ഞിട്ട് അയാൾ വേറെ വശത്തേക്ക് നടന്നുപോയി. ഈ സമയമൊന്നും നിർമ്മല ആ സ്ത്രീ പറയുന്നതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ശ്രദ്ധയും കുമാറിലേക്ക് തന്നെയായിരുന്നു. കുമാരേട്ടൻ കുറച്ച് നേരം കൂടി അങ്ങനെ നിന്നിരുന്നെങ്കിലെന്ന് അവൾ ആശിച്ചു. ഫുഡൊക്കെ കഴിച്ചതിന് നിർമ്മലയുടെ അടുത്തേക്ക് കുമാർ വന്നു. ഒരു വശത്ത് നിർമ്മല ഒറ്റയ്ക്ക് നിന്ന് ഫോൺ വിളിക്കാണ്. കുമാറിനെ കണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു. എന്താ നിർമ്മലെ, ഫോൺ കട്ട് ചെയ്തത്? കാമുകനെയാണോ വിളിച്ചത്? കുമാർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഓ, എൻ്റെ കുമാരേട്ടാ, എനിക്ക് കാമുകനൊന്നുമില്ല.
ആണോ? അതെന്താ, ഒരു കാമുകനൊക്കെ വേണ്ടേടോ? നിർമ്മല അയാളെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ നിർമ്മലെ, ഈ സാരി ഉടുക്കുമ്പോൾ അല്പം ഗ്ലാമറായിട്ട് വേണ്ടി ഉടുക്കാൻ. പെട്ടെന്ന് അവിടേക്ക് അപ്പു വന്നു. അപ്പോൾ നിർമ്മല പറഞ്ഞു, ഒരുപാട് ഗ്ലാമർ ആയാലും ശരിയാകില്ല. ഓ, അത് വെറുതെ. സുന്ദരി പെണ്ണുങ്ങൾ അല്പം ഗ്ലാമറിൽ വേണം സാരി ഉടുക്കാൻ. നിർമ്മല അപ്പുവിനെ നോക്കി. അവൻ ചിരിച്ചു കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ മാമന് സൗന്ദര്യബോധമുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ അപ്പു, ഈ കുമാരേട്ടന് ബോധം കൂടി പോയതാ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ കുമാർ പറഞ്ഞു, നിർമ്മലെ, നീ അല്പം മോഡേൺ ആയിട്ടൊക്കെ സാരി ഉടുക്ക്, അതിൽ കാണാൻ നല്ല ഗ്ലാമർ ആയിരിക്കും. കൊള്ളാം. നിർമ്മല അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. നിർമ്മലെ, എൻ്റെ എസ്റ്റേറ്റിലേക്ക് പോയാലോ? കുമാർ ചോദിച്ചു. അതെന്തിനാ കുമാരേട്ടാ? കാര്യമുണ്ട് അല്ലേടാ അപ്പു? അയാൾ അപ്പുവിനെ നോക്കി പറഞ്ഞു. അപ്പോൾ അപ്പു പറഞ്ഞു, മമ്മി, മാമനിവിടെ റബ്ബർ തോട്ടമുണ്ട്, നമുക്കതൊന്ന് പോയി കണ്ടാലോ? നിർമ്മലയ്ക്ക് കുമാറിൻ്റെ സാമീപ്യം ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ മോൻ്റെ താല്പര്യം അനുസരിക്കുന്ന പോലെയായിരുന്നു അവൾ മറുപടി പറഞ്ഞത്. ആ, വേണമെങ്കിൽ പോയിട്ട് വരാം അല്ലേ? ഇതൊക്കെ ഒരു രസമല്ലേ മമ്മി? ജീവിതത്തിന് ഒരർത്ഥമൊക്കെ വേണ്ടേ? ആ, അതൊക്കെ വേണം മോനെ. പക്ഷേ രാജീവേട്ടൻ? അത് ഞാൻ നോക്കിക്കോളാം നിർമ്മലെ, രാജീവും വരും. ആണോ? നിർമ്മല ചോദിച്ചു. രാജീവും വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ അപ്പു മൂഡ് ഓഫായി. അപ്പോഴേക്കും രാജീവ് അങ്ങോട്ട് വന്ന് പറഞ്ഞു, നിമ്മി, അളിയൻ കാറ് കൊണ്ടുപോയി, മോൾ അവരുടെ കൂടെ പോയിരിക്കുക. എന്നിട്ട് കുമാരനെ നോക്കി പറഞ്ഞു, അളിയ, നീ പറഞ്ഞ സ്ഥലത്തേക്കൊന്ന് പോയാലോ? ആ, പോകാം. ഇവരും വരട്ടെ അല്ലേ രാജീവേ? ആ, വന്നോട്ടെ, രാജീവ് പറഞ്ഞു. കുമാർ നിർമ്മലയെ നോക്കി പറഞ്ഞു, ഞാൻ അവളെയും പെണ്ണിനെയും വീട്ടിൽ വിട്ടിട്ട് വരാം. അത് കേട്ട് നിർമ്മല ചിരിച്ചു. നിർമ്മല ഓഡിറ്റോറിയത്തിൽ നിന്നും കല്യാണ വീട്ടിലേക്ക് കാറിൽ വന്നു. ഒപ്പം രാജീവും അപ്പുവുമുണ്ട്. അവിടേക്ക് കുമാർ ഫാമിലിയെ കൂട്ടിക്കൊണ്ട് വന്നു. നിർമ്മല ഒരു വശത്തേക്ക് നിൽക്കുമ്പോൾ കുമാർ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, നിർമ്മലെ, നീ ഇത് മാറ്റുന്നില്ലേ? ആ, ഞാൻ മാറ്റാൻ നിൽക്കായിരുന്നു കുമാരേട്ടാ. ആ, പിന്നെ നിർമ്മലയ്ക്ക് പച്ച സാരി ഉണ്ടോ? ഇല്ല. എന്താ? ഏയ്, ഒന്നുമില്ല. നിർമ്മലയെ പച്ച സാരിയിൽ കാണാൻ നല്ല സുന്ദരിയായിരുന്നു. ആണോ? നോക്കട്ടെ, ഇവിടെ ആരെങ്കിലോടും ചോദിച്ചു നോക്കാം. നിർമ്മല ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ കുമാറും സന്തോഷമായി. കുമാർ പോയിട്ട് വന്നപ്പോൾ നിർമ്മല പച്ച സാരി ഉടുത്ത് നിൽക്കുന്നു. കുമാറിനെ കണ്ടപ്പോൾ തന്നെ നിർമ്മല ചോദിച്ചു, എങ്ങനെയുണ്ട്, കൊള്ളാവോ? കൊള്ളാവോന്നോ? അടിപൊളി. ഇത് ശ്രീജയുടെ സാരിയാ, കേടുകൂടാതെ തിരിച്ചു കൊടുക്കണം. കുമാർ നിർമ്മലയോട് സംസാരിച്ച് നിൽക്കുന്നത് അപ്പു കാണുന്നുണ്ട്. അങ്ങനെ അവർ 4 മണിയോടെ തോട്ടത്തിലെത്തി. റബ്ബർ തോട്ടത്തിന് നടുവിൽ ഒരു വീടുമുണ്ട്. അവർ അകത്തേക്ക് കയറി. ഹോളിൽ സോഫയും ഫുഡ് കഴിക്കാൻ മേശയും കസേരയുമുണ്ട്. 2 ബെഡ്റൂമും വിത്ത് ബാത്റൂം, പിന്നെ കിച്ചൺ. നല്ല അന്തരീക്ഷം അല്ലേ രാജീവേട്ട? നിർമ്മല പറഞ്ഞു. അളിയ, എവിടെയാ സാധനം? രാജീവ് അതൊന്നും ശ്രദ്ധിക്കാതെ കുമാറിനോട് ചോദിച്ചു. ഓ, ഇപ്പോൾ കൊണ്ടുവരാടാ. കുമാർ പുറത്തിറങ്ങി ആരെയോ ഫോൺ വിളിച്ചു. അപ്പോൾ പ്രായമായ ഒരാൾ 2 വീലറിൽ വന്നു സാധനം കൊടുത്തു. എന്നിട്ട് അയാൾ പോയി. ആർത്തിമൂത്ത് രാജീവ് ഒരു കവള് അപ്പോൾ തന്നെ കുടിച്ചു. എന്നിട്ട് പറഞ്ഞു, ആഹാ, നല്ല സ്വയംബൻ സാധനം. നീ കുടിച്ചോടാ, കുമാർ പറഞ്ഞു. എന്നിട്ട് കുമാർ മനസ്സിൽ പറഞ്ഞു, നീ ഒന്ന് കുടിച്ച് കിടന്നിട്ട് വേണം എനിക്ക് തുടങ്ങാൻ. രാജീവ് ഹോളിലേക്ക് കയറി വന്നിട്ട് അവിടെ ഇരുന്ന് കുടിക്കാൻ തുടങ്ങി. നിമ്മി, നീ വല്ലതും ഉണ്ടാക്കടി, രാജീവ് പറഞ്ഞു. കുമാർ അപ്പോൾ നിർമ്മലയോട് പറഞ്ഞു, നിർമ്മലെ, ഫ്രിഡ്ജിൽ ചിക്കനുണ്ട്, പിന്നെ ബ്രെഡുമുണ്ട്. ആ, എന്നാ ഞാൻ ഉണ്ടാക്കാം കുമാരേട്ടാ. മാമ, മമ്മിയുടെ ഫുഡ് സൂപ്പറാണ്, അപ്പു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ കുമാർ പറഞ്ഞു, എന്നാ നിന്റെ മമ്മിയുടെ കഴിച്ചിട്ടേ ഉള്ളൂ. അത് കേട്ട് നിർമ്മല ചിരിച്ചു. എന്നിട്ട് അവൾ അകത്തേക്ക് കയറി. അപ്പുവിനോട് അപ്പോൾ കുമാർ പറഞ്ഞു, ഇവൻ ഓഫായ ലക്ഷണമാണ്. രാജീവ് സോഫയിൽ ചാരിക്കിടക്കാണ്, പാതി കുപ്പി കഴിഞ്ഞിരിക്കുന്നു. അപ്പുവിനെ നോക്കി കുമാർ പറഞ്ഞു, ഞാനും നിർമ്മല ഒന്ന് സഹായിക്കാം. അത് കേട്ട് അപ്പു ചിരിച്ചു. അപ്പോൾ നിർമ്മല ചിക്കൻ കഴുകി ചേരുവകൾ ചേർക്കുകയാണ്. നിർമ്മലയുടെ കയ്യിൽ മുഴുവൻ ചേരുവകൾ പറ്റിയിരിക്കുന്നുണ്ട്.
അവൾ കൈകൊണ്ട് ചിക്കൻ തിരുമ്മി പിടിപ്പിക്കുകയാണ്. അങ്ങോട്ട് കുമാർ വരുന്നത് കണ്ട് അവൾ ചോദിച്ചു, രാജീവേട്ടൻ എവിടെ? ആ, അവൻ ഓഫായി. കുമാർ പറഞ്ഞപ്പോൾ അവൾക്ക് ചിരിയാണ് വന്നത്. ഒപ്പം കുമാറിനും. കുമാരേട്ടാ, ഒരു സഹായം ചെയ്യുമോ? ആ, എന്താ നിർമ്മലെ, പറഞ്ഞോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വേഗം തന്നെ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.